എടുക്കാൻ പോകണോ അതോ തിരിച്ചു പോകുന്നോ? എടുത്തല്ലോ, ഇനിയിപ്പോൾ തിരിച്ചു കൊടുക്കണമല്ലോ. എന്താ വേണ്ടേ? എന്നാ പിന്നെ ചായ എടുക്കാം അല്ലേ? ആ ചായ എടുത്തു. അപ്പോൾ ആർ സാറിന് വേണ്ടേ? ആ സാറ് ചായ കുടിക്കൂല, അടിച്ച് ഫിറ്റാ. സത്യത്തിൽ അവനാ ഡ്രൈവർ, ഞാൻ ശവം. അല്ല, ശവത്തിൻ്റെ ബന്ധു. ഓ ചേട്ടാ, ചായ നല്ല കടുപ്പത്തിലായിക്കോട്ടെ, കട്ട മതി. ആ പിന്നെ 4 ദോശയും ഒരു ഡബിളും. ആ ശരി. ഓ നമസ്കാരം. ഞാൻ വെറുതെ കൂടി പോണായിരുന്നു. അപ്പനെ കൈയാട്ടി വിളിച്ച്, എന്നിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു 100 രൂപ തട്ടിപ്പറിച്ച് മേടിച്ചെടുത്ത്. ചോദിച്ചപ്പോ എൻ്റെ 3 ഒക്കെ അടിച്ചേക്കണം. എന്നിട്ട് ഒന്നും അറിയാത്തല്ലോ ഇറങ്ങിയാണ്. കഴിഞ്ഞ വിശ്വാസമായില്ലല്ലേ? ഇല്ല. ഇങ്ങനത്തെ അവസ്ഥയിൽ ഇങ്ങനത്തെ കഥയൊക്കെ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. അതാണ്. എന്നാ പിന്നെ ഒന്നും കിട്ടിയില്ല സാറേ. മോനെ, ചായയുടെ കാശ് കിട്ടിയില്ല കേട്ടോ. ഓ, കടായിട്ട് മതി. നമ്മളും കാശൊക്കെ കുറെ കണ്ടതാണ് മച്ചു. അപ്പോഴേ കണക്ക് കണക്കായിരിക്കണം. പഴയ 2ഉം ഇപ്പോഴത്തെ 65ഉം 67 തരും. ഒരുപാട് ശവങ്ങൾ ഈ വണ്ടിക്കകത്ത് കയറ്റി. പക്ഷെ ഫ്രണ്ട് സീറ്റിലിരിക്കാനുള്ള ഭാഗ്യം മച്ചുവേ, അത് നിനക്കാടാ. തീപ്പെട്ടി എന്തിയടാ? നിനക്ക് ഞാനല്ലേ തീ തന്നത്. ഒരു തീ തന്നതിന് മച്ചു ഒരു തീപ്പന്തമാടാ നീ തിരിച്ചു തന്നത്. ധൃതി പിടിക്കല്ലേ, പോകാം. നിനക്ക് പോകാനുള്ള വണ്ടിയുടെ താക്കോല് നീ തന്നെയല്ലേ എടുത്തു വന്നത്. നീ പറ, എങ്ങോട്ടാ പോകേണ്ടതെന്ന്. ഓടിയത് മുഴുവൻ CI സാറിന്റെ അടുത്തെത്തിക്കാനായിരുന്നു. പക്ഷേ നീ എങ്ങോട്ടാ പോകേണ്ടത്? പറ. എന്തോ അത്രക്കിഷ്ടായിരുന്നോടാ നിനക്ക് അവളെ? ഉള്ള കാര്യം പറഞ്ഞ ഒരു കള്ളച്ചിരിയൊക്കെ ഉണ്ട്. നിന്നെ തെറ്റു പറയാൻ പറ്റില്ല. നല്ല സുന്ദരി കുട്ടിയല്ലടാ. എങ്ങനെ വളച്ചെടുത്തടാ? ചാർജ് ചെയ്യാനാണോ, ഒരയ്ക്കുന്ന കാർഡാണോ, അതോ ബുക്കിൽ എഴുതി കുത്തി ചെയ്യാനാണോ? ഹായ് ബഡി. ഹായ്. ഈസിയാണോ? ഇങ്ങനെ ഈ വെടിന്ന് കിടന്ന ഇത് വെടിയല്ല, വടിയാണ്. ന്യൂ ജനറേഷനാണ്. പിടിച്ചു വെക്കാൻ കുറച്ച് സീനാണ് വെച്ചാൽ. കഴിഞ്ഞ
കുമാരേട്ടോ കടയെ പുതിയ ആളെയൊക്കെ നിർത്തിയല്ല കലക്ക് കേട്ടാ. എടാ വള്ളിക്കലസം വേണേലും വിൽക്കാം, പക്ഷെ അത് ഇടേണ്ടവനിട്ട് കടയുടെ മുമ്പിൽ അങ്ങ് നിൽക്കണം. കുറച്ചുകൂടിയൊക്കെ ഡെവലപ്പ് ആകണം എന്റെ ചാച്ചി. വെറുതെ ഈ മണിയും തൂക്കി നടന്നിട്ടൊന്നും ഒരു കാര്യം. ആ തിരക്കാടാ, ഞാൻ പോട്ടെ. കാശ് തിരിച്ചതാ. കൂടുതലൊന്നും പറയണ്ട, കാശ് എന്താ കാര്യം മര്യാദക്കിന്റെ 300 രൂപ തിരിച്ചു തരാൻ പറയൂ. മോളെ ഒരു മിനിറ്റ്. എടാ എന്താടാ ഒരൊറ്റ നമ്പറിനാണ് പടി പണിവാളി പോയത്. എടാ ഒറ്റ നമ്പറിന് മാറാൻ ലോട്ടറി ടിക്കറ്റാ? എന്റെ പൊന്നുമക്കളെ ചതിക്കരുത്, കട തുറന്നിട്ടേ ഉള്ളൂ. അപ്പൊ കാശ് തരില്ലെന്നാ? കാശ് തരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇങ്ങോട്ട് മാറടാ. വെടി പടി അടി. ആ ചാർജ് ചെയ്ത നമ്പർ എവിടെയാടാ? ആ ബെല്ലടിക്കുന്നുണ്ട്. എന്നാ പിടിക്കു വെച്ചേ. ചോദിച്ചോ, വേഗം ചോദിച്ചാട്ടെ. എടുക്കുന്നത് ആണാണെങ്കിൽ കുറച്ച് സ്നേഹത്തോടെ. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ചേട്ടാ, 300 രൂപയ്ക്ക് ഇങ്ങോട്ടും ചാർജ് ചെയ്ത് തന്നേക്ക്. കൊച്ചൊക്കെ പറഞ്ഞ കാര്യം നടക്കും. ചോദിക്കേ. ഹലോ അത് പൊളിച്ചു പടി. ഹലോ ഹലോ. നമ്പര് മാറി ചാർജായി പോയി. താങ്ക് യു മിസ്റ്റർ, എന്റെ ഫോണിലേക്ക് 300 രൂപയ്ക്ക് ചാർജ് ചെയ്ത് തരണം. കയ്യിൽ 5 കാശില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന എന്നോട് നിനക്ക് എങ്ങനെ പറയാൻ തോന്നിയടി ദുഷ്ടയെ ചാർജ് ചെയ്ത് തരാൻ? കൊല്ലടി എന്നെ, കൊല്ല്. ഹലോ, എന്റെ ഫോണിലേക്ക് 300 രൂപ ചാർജ് ചെയ്ത് തന്നത് ഞാൻ ക്ഷമിച്ചു. എന്നിട്ട് എന്നെ ഭരിക്കാൻ വരുന്നോടി പൂതനെ. പെൺകുട്ടികളോടൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഒരു മര്യാദയില്ലാതെ. എന്താ മോളെ പ്രശ്നം? ചേട്ടൻ മോക്ക് 500 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തരാം. അത് പക്ഷെ മോള് ചേട്ടനെ തന്നെ വിളിച്ച് തീർക്കണം. എടാ തെമ്മാടികളെ, നിന്റെയൊക്കെ നമ്പർ ഉണ്ടല്ലേ ഫോണിൽ? കണ്ടോളാം ഞാൻ. എന്റെ അച്ഛൻ ആരാന്നറിയോ? എടാ ഉവ്വേ, അവളെ അച്ഛനെ അന്വേഷിക്കണം. ആരാണെന്ന് അറിഞ്ഞൂടാന്ന്. അന്വേഷിക്കാനൊന്നും എനിക്ക് സമയമില്ലാട്ടാ. നിന്നെയൊക്കെ കാണിച്ചു തരാടാ. വല്ലയിടത്തും പോയി കാണിച്ചിട്ട് കാര്യമില്ല മോളെ. ഞങ്ങളെ കാണുമെങ്കിൽ ഇന്ന് വൈകുന്നേരം പ്രിയദർശിനി ടൗൺ ഹാളിലോട്ട് വാ. നീ ആള് കൊള്ളാൻ കേട്ടോ. അമ്മയും അമ്മൂമ്മയൊക്കെ കയ്യിലെടുത്തു അല്ലേ? അവസാനം നമ്മൾ ഔട്ടായി. എടാ ജേജയുടെ മോളല്ലേടാ? ജേജയുടെ മോളടാ. ഏതാ ചെക്കൻ? ചെക്കൻ ഏതായാലും ജേജയ്ക്ക് മണി പലയിടത്തു നിന്നും കിട്ടുന്നുണ്ട്. ഞാൻ ഫോണിങ്ങെടുത്തേ, വേഗം താടാ. ഹലോ, എവിടെ വെച്ചാ കണ്ടത്? വാസി. ഹലോ, എന്താടോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയും നമ്മുടെ പൊന്നോമനയുമായ അന്ന ജെയിംസിന്റെ ചികിത്സയ്ക്കായി PTA-യും നല്ലവരായ നമ്മുടെ നാട്ടുകാരും ചേർന്ന് രൂപീകരിച്ച ഈ ഫണ്ടിന് ഒരുപാട് പേർ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. എങ്കിലും കടമ്പകൾ ഏറെയുണ്ട് നമുക്കിനിയും. ഫണ്ട് സമാഹരണം ഉദ്ഘാടനം ചെയ്യാനായി നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ സതുദ്ദേശത്തെ നമസ്കാരം. കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ വേണം കാണാൻ. നമ്മുടെ MLA-യുടെ അകൈതവുമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട MLA-യെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവർ, ബഹളങ്ങളെല്ലാം പുറത്താണ്, അകത്ത് പ്രതീക്ഷകൾ മാത്രം. അന്ന എനിക്ക് മറ്റൊരു കുട്ടിയല്ല, എനിക്കവൾ എന്റെ മകൾ തന്നെയാണ്. എന്റെ മകൾക്ക് ഇതുപോലൊരു അവസ്ഥ വന്നാൽ അതുപോലെ പിടയുന്നുണ്ട് എന്റെ മനസ്സിപ്പോൾ. അന്ന നന്നായി പഠിക്കുന്ന കുട്ടി. അവൾ വരച്ച ചിത്രങ്ങളും മാഷ് എനിക്ക് കാണിച്ചു തന്നു. വലിയൊരു ഭാവിയുണ്ട്. ഞാൻ അന്നയെ ചികിത്സിക്കുന്ന ഡോക്ടറുമായി സംസാരിച്ചിരുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ ഉണ്ടാകില്ല എന്ന് തന്നെ വിശ്വസിക്കാം. ഇത് ഞാൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അന്നയ്ക്ക് എന്റെ കിഡ്നി നൽകാം. അതൊരിക്കലും ഒരു ദാനമല്ല, എന്റെ ഉത്തരവാദിത്വം. അതിന് ഞാൻ തയ്യാറാണ്.